എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പോപ്പുലർ ഡിഷ് ആയിട്ടുള്ള വെജ് കോലാപൂരി എങ്ങനെയാണ് റെസ്റ്റോറന്റ് സ്റ്റൈലിൽ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ ഇതിനെ വെജ് കോലാപൂരി എന്ന് പറയും, അതുപോലെ മിക്സ്ഡ് വെജിറ്റബിൾ കറി, മിക്സ്ഡ് വെജിറ്റബിൾ ഹണ്ടി, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ, പറാട്ടയുടെ കൂടെ, മീൻസ് നാനിന്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. നല്ല ഫ്ലേവറോട് കൂടി തന്നെ നമുക്കിത് തയ്യാറാക്കാം. വെജിറ്റബിൾ കോലാപൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനോട് കൂടിയ മല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മുഴുവനോട് കൂടി കുരുമുളക് 1/2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, പിന്നെ ഉണങ്ങിയ നാളികേരം, അതായത് കൊപ്രി ഉണ്ടല്ലോ, അതൊന്ന് ചേർക്കണത്, അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതൊരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗ്രാമ്പൂ 8 എണ്ണം, പിന്നെ ഏലക്കായ 2 ഏലക്കായ, പിന്നെ കാശ്മീരി ഉണക്കമുളകാണ് ഞാൻ ചേർക്കുന്നത്. ഇതൊരു 4 എണ്ണമാണ് ചേർക്കുന്നത്. പിന്നെ ജാതിപത്രി ഉണ്ടല്ലോ, ജാതിപത്രി ഒരു ചെറിയ കഷ്ണം, ഇത്രയും മതി, ഒരുപാട് വേണ്ട. വെളുത്ത കളറിലുള്ള എള്ള് 1 ടേബിൾ സ്പൂൺ അളവില്. പിന്നെ പോപ്പി സീഡ്സ് അല്ലെങ്കിൽ കസ്കസ് എന്നൊക്കെ പറയില്ലേ, ഗരം മസാലയുടെ ഒരു മിക്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടില്ലേ, അതിലൊക്കെ ഉണ്ടാവുന്ന ഒരു സംഭവം, അതും 1 ടേബിൾ സ്പൂൺ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇടുന്ന സമയത്ത് ആദ്യം തന്നെ മല്ലി, കുരുമുളക്, അതുപോലെ കുറച്ചധികം സമയം റോസ്റ്റ് ചെയ്തെടുക്കണ കാര്യങ്ങൾ ആദ്യം ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ പോപ്പി സീഡ്സ് ഒക്കെ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, എള്ള് അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നോട്ടെ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇതിപ്പോൾ കൂടുതൽ അളവിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊടിച്ചതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വെജ് കോലാപൂരിയോ പനീർ കോലാപൂരിയോ ഏത് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്കിത് തയ്യാറാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ കോലാപൂരി മസാല ഉണ്ടാക്കുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അധികം നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത്യാവശ്യം വലിപ്പത്തിലുള്ള മുളകാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേജിൽ. ഇതിന് തണക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾ കോലാപൂരി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വെജിറ്റബിൾസ് ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇതിലിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതാണെന്ന് വെച്ചാൽ അത് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് ഒരു 1/2 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രഞ്ച് ബീൻസ് ഒരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ആണെങ്കിൽ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം കുറച്ച് വലുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഞാനൊരു 1/4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും ഇതിന്. അതുപോലെ കോളിഫ്ലവറും ഒരു 1/4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് അളവിൽ ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഫ്രോസൺ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് എടുക്കാട്ടെ ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ ഒരു 150 ഗ്രാം അളവിൽ പനീറും ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാപ്സിക്കം ആണെങ്കിലും സവാള ആണെങ്കിലും ഒന്ന് വലുതാക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. കോളിഫ്ലവർ ആണെങ്കിൽ ഇതുപോലെ അടർത്തിയെടുത്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് സമയം വെച്ചിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞെടുത്തതാണ്. കാരണം കോളിഫ്ലവർ, ബ്രോക്കലി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും കുക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സമയം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ പുഴു അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാട്ടോ. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് കടായി ചൂടായിട്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാനിതിലേക്ക് എണ്ണ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വെള്ളത്തിൽ വേവിച്ച് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ പച്ചക്കറികളുടെ വേവിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം ഞാനിതിലേക്ക് കോളിഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ബീൻസ്, ക്യാരറ്റ്, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ക്യാപ്സിക്കം, സവോള, ഫ്രോസൺ ഗ്രീൻ പീസ് എന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി വെന്ത സംഭവം തന്നെയല്ലേ. അപ്പോൾ അധികം അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇത് ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കരുത് കേട്ടോ. ഒരുപാട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുരുങ്ങി വരും. അപ്പോൾ അത് അത്ര ടേസ്റ്റി ആയിട്ട് വരില്ല. ഒന്ന് ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ ഇതുപോലെ വഴറ്റിയെടുക്കും, പിന്നെ ആ ഒരു ഗ്രേവിയിൽ കിടന്ന് ബാക്കി വെന്ത് വരും. അപ്പോൾ ഇതൊരു 1/4 ഭാഗത്തോളം തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ.
അതുപോലെ കോളിഫ്ലവർ ഒക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെറിയ ഇതായിട്ട് അടർത്തി ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ട് അടർത്തിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതുപോലെ സവാള ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്ന് സെപ്പറേറ്റ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കുറേശ്ശിയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കറി ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ്, കളർഫുൾ അല്ലേ നല്ല. ഇത് ഒരുപാട് സമയം കൂടെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒരു 2 മിനിറ്റ് അത്രയൊക്കെ തന്നെ മതി. ഇതിലേക്ക് ഇനി ഫ്രോസൺ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ വെജിറ്റബിൾസ് ഒക്കെ ആവശ്യത്തിന് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്ര തന്നെ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റാം. ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി സെയിം കടായിൽ തന്നെ കുറച്ച് എണ്ണയുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ പനീർ ഇട്ട് കൊടുക്കാം. പനീർ എപ്പോഴും നല്ല സെപ്പറേറ്റ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതും ഒരു മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി, ഒരുപാട് സമയമൊന്നും വേണ്ട. ഇപ്പോൾ കണ്ടോ പനീറും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. പനീർ നേരത്തെ വെജിറ്റബിൾസ് വഴറ്റിയെടുത്തില്ലേ, അതിൻ്റെ കൂടെ ചേർക്കണ്ട, സെപ്പറേറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇനി സെയിം കടായിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 10-12 വെളുത്തുള്ളി. ഇതിപ്പോൾ ചെറുതായ കാരണം ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ 2 സവാള ഇതുപോലെ ഒന്ന് റഫായിട്ട് മുറിച്ചത് മതിയോ. ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി വലുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി എടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ആവശ്യത്തിനൊന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 10-15 കാഷ്നറ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഗ്രേവി ഒന്ന് റിച്ച് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാഷ്നറ്റ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമ്മുടെ കോലാപ്പൂരി മസാല നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് പൊടിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് തന്നെ തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് വരണം, അത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കോലാപ്പൂരി മസാല ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഇതിവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ബേ ലീഫ് ഉണ്ട്, ഒരു കഷ്ണം കറുകപ്പെട്ട, ഒരു ഏലക്കായ. അപ്പോൾ ബേ ലീഫ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. കറുകപ്പെട്ട ഇട്ട് കൊടുക്കാം, ഏലക്കായ. ഇതിൻ്റെ ആ ഒരു ഫ്ലേവേഴ്സൊക്കെ ഈ എണ്ണയിലേക്കൊന്ന് വരട്ടെ. നമുക്ക് ഈ ഒരു കറി ബട്ടറും എണ്ണയും കൂടെ ചേർത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതാണ്. തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കാഷ്നറ്റ് എല്ലാം കൂടെ അരച്ചത് ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒന്ന് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം, അപ്പോഴായിരിക്കും ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് റെഡി ആയിട്ട് വന്നിട്ടില്ല കേട്ടോ. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വളരെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കി എല്ലാ സ്പൈസസും നമ്മൾ ഈ കോലാപ്പൂരി മസാലയിൽ ചേർത്തിട്ടുണ്ടല്ലോ, കുരുമുളക്, മുളക് എല്ലാം തന്നെയുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണക്കം ഒന്ന് മാറി വന്നോളൂ ഇതിൽ കിടന്ന്. ഇനി ഇത് ഒന്നും കൂടി അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇത് നമുക്ക് ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കണ്ട ആവശ്യത്തിന് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ട് ബാക്കി ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് റെഡി ആയിട്ട് വന്നോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് ഈ വെജിറ്റബിൾസ് ഉണ്ടല്ലോ വഴറ്റി വെച്ചത് അത് ചേർത്ത് കൊടുക്കാം. പനീർ ഉപ്പ് ചേർക്കണ്ട, അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നമ്മളിതുവരെ ചേർത്തിട്ടില്ലല്ലോ, ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച കോലാപ്പൂരി മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം.
അതായത് ഞാൻ റെഡിയാക്കിയത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 5.25 ടേബിൾ സ്പൂൺ ആയിരുന്നു കേട്ടോ പൊടിച്ച് വന്നപ്പോൾ ഇത് ഉള്ളത് കേട്ടോ. പിന്നെ ഇതിലിപ്പോൾ മെയിനായിട്ട് എന്താ പറയുക, ഉണക്കനാളികേരം, എള്ള്, പോപ്പി സീഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ കൂടുതൽ. ഈ പോപ്പി സീഡ്സൊക്കെ ഇതിന് തിക്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കണതാട്ടോ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. ആദ്യം ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം നമുക്ക് ചേർക്കാം. കാരണം ഇതിലൊന്ന് കിടന്ന് ഒന്നും കൂടിയും വെന്ത് തിളച്ച് കുറുകിയൊക്കെ വരണമല്ലോ. അപ്പോൾ അതിനും കൂടിയും കണക്കാക്കിയിട്ടുള്ള ഒരു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു വെജ് കോലാപ്പൂരി എന്ന് പറയുമ്പോൾ ഒരുപാട് ഗ്രേവി ഉള്ളൊരു കറിയല്ല, ഒരു സെമി ഗ്രേവി ആയിട്ടുള്ളൊരു രീതിയിൽ ഇരുന്നാൽ മതിയോ. ഇതും കൂടി വെള്ളം ഒഴിക്കാം. ഇപ്പം തന്നെ നല്ല തിക്കായിട്ടിരിക്കണം. നിങ്ങൾക്ക് നല്ല റെഡിഷ് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അതായത് കാശ്മീരി ചില്ലി പേസ്റ്റ് ചേർക്കാം, അല്ലെങ്കിൽ ഫുഡ് കളറാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നന്നായിട്ട് വെന്തൊന്ന് കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. ഒന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഗ്രേവി ആണെങ്കിലും നല്ല പോലെ അങ്ങോട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പനീറാണ് ചേർക്കേണ്ടത്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പനീർ ചേർത്തതിന് ശേഷം പിന്നെ ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറച്ച് കുറവാണ്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി അടച്ചു വെച്ചിട്ടൊരു 6 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഗ്രേവിയൊക്കെ ആവശ്യത്തിനുള്ളൊരു തിക്നെസ് തന്നെ ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, ചേർക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 ടേബിൾ സ്പൂണോളം അളവിലാണ് ഫ്രഷ് ക്രീം ചേർക്കുന്നുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് കോലാപ്പൂരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, നാൻ്റെ കൂടെ, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.